أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وإلهكم إله واحد لا إله إلا هو الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ-റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 1-2 ഖുതുബകളിലായി നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ദീൻ, ഇസ്ലാം, അതുപോലെ തന്നെ മുസ്ലിം എന്നീ ഖുർആനിക പദാവലികളുടെ യഥാർത്ഥ ഉള്ളടക്കത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൈവികമായ സമർപ്പണമാണെന്നും മുസ്ലിം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്, അള്ളാഹുവിന് സമർപ്പിച്ചവൻ്റെ പേരാണെന്നും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ദൈവിക സമർപ്പണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശാസനകൾക്ക് വിധേയമായി ജീവിതത്തെ പരുവപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും ചെയ്യുക. അതാണ് ദൈവിക സമർപ്പണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ തന്നെ മറ്റൊരു മാനിഫെസ്റ്റേഷനാണ്, അല്ലെങ്കിൽ മറ്റൊരു വെർഷനാണ് അള്ളാഹു സൃഷ്ടിച്ച ഭൂമിയിൽ, അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യൻ, അള്ളാഹു സൃഷ്ടിച്ച വായു ശ്വസിച്ച്, അള്ളാഹു സൃഷ്ടിച്ച വെള്ളം കുടിച്ച്, അള്ളാഹു സൃഷ്ടിച്ച വെളിച്ചം അനുഭവിച്ച്, അള്ളാഹു സൃഷ്ടിച്ച ഭക്ഷണം കഴിച്ച് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ അള്ളാഹുവിൻ്റെ ശാസനകൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും വിധേയമായി വേണം മനുഷ്യൻ ജീവിക്കാൻ. ഇത് നമുക്ക് ആരോടും പറയാം. ഇത് നമുക്ക് ആരോടും പറയാവുന്ന ഒരു കാര്യമാണ്. ആർക്ക് കേട്ടാലും, ദൈവമുണ്ടെന്ന് വിചാരിക്കുന്ന ആർക്ക് കേട്ടാലും ന്യായമാണ് എന്ന് തോന്നുന്ന ഒന്നാണ്. ഇതാണ് ദൈവസമർപ്പണം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. റിയാലിറ്റി ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള ഒരേ ഒരു ഉത്തരം ഇതാണ് ഇസ്ലാം. ഇതിനകത്ത് തീവ്രവാദമില്ല, ഇതിനകത്ത് വർഗീയവാദമില്ല, ഇതിനകത്ത് ഭീകരവാദമില്ല. ഇതാണ് ലോകത്തെല്ലാ പ്രവാചകന്മാരും അവരെ പറഞ്ഞുവിട്ട ജനസമൂഹത്തോട് പറഞ്ഞത്. ഇങ്ങനെ അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ ഈ സമർപ്പണം പാർഷ്യൽ സബ്മിഷനായി പോകരുത്, അഥവാ ഭാഗികമായ സമർപ്പണമായി പോകരുത്. അവിടെയും ഇവിടെയൊക്കെ നമുക്ക് തക്കവും താളവും നോക്കി, തരവും നോക്കി അള്ളാഹുവിന് സമർപ്പിക്കുകയല്ല. ഒരു കംപ്ലീറ്റ് സബ്മിഷൻ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അത് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവിക നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എവറി വാക്ക് ഓഫ് ലൈഫ്, എവറി ആക്ഷൻ, എവറി ഇൻട്രാക്ഷൻ, എവറി ട്രാൻസാക്ഷൻ, എവറി റിയാക്ഷൻ, എവറി എൻഗേജ്മെൻറ്റ് ഓഫ് ലൈഫ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ എല്ലാ കാൽവെപ്പുകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കണം. പേഴ്സണൽ ലൈഫ്, വ്യക്തിജീവിതം; പ്രൈവറ്റ് ലൈഫ്, സ്വകാര്യ ജീവിതം; സോഷ്യൽ ലൈഫ്, ഫാമിലി ലൈഫ്, കുടുംബജീവിതം; സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതം; പൊളിറ്റിക്കൽ ലൈഫ്, രാഷ്ട്രീയ ജീവിതം; സെക്ഷുവൽ ലൈഫ്, ലൈംഗിക ജീവിതം.
അങ്ങനെ എന്നു വേണ്ട എല്ലാ രംഗത്തും ദൈവികമായ നിയമനിർദ്ദേശങ്ങൾ പാലിക്കണം. ഞാൻ ഈ ദൈവികമായ നിയമനിർദ്ദേശങ്ങൾ പാലിക്കണം എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞ 3-4 ഖുതുബകളിലായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അത് പറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഈ പറഞ്ഞു വരുന്നത് മറ്റെന്താണ് ഖുനൂത്ത് ഓതണോ വേണ്ടയോ, കൂട്ടുപ്രാർത്ഥന നടത്തണോ വേണ്ടയോ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടമുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, അത്തരം വിഷയങ്ങളൊന്നും ഖുർആനിൽ ഒരു പരാമർശവും നടത്താത്ത കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ കടിപിടി കൂടുന്നത്. അത് മറ്റൊരു സന്ദർഭത്തിൽ പല സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ ദൈവിക നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളല്ല, അത് ഓരോരുത്തർക്കും ശരിയെന്ന് തോന്നുന്ന ആത്മാർത്ഥമായിട്ടുള്ള പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം. അതിനപ്പുറം കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്താൽ നമുക്കും പരലോകത്തും ഇഹലോകത്തും ഗുണം കിട്ടുന്ന, നമുക്കും മറ്റുള്ളവർക്കും ഗുണം കിട്ടുന്ന വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഞാനിതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതനുസരിച്ച് ജീവിക്കുക. അത് തോന്നുന്നത് പോലെ ആവരുത്. അതിനൊരു കംപ്ലീഷൻ ഉണ്ടാകണം, അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാകണം. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അത് പാലിക്കണം. കേവലം അനുഷ്ഠാന ആരാധനാ കർമ്മങ്ങളിൽ മാത്രം ദൈവിക സമർപ്പണം നടത്തുക, അതല്ലാത്ത മേഖലകളിൽ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കുക. അതിൻ്റെ വിശദാംശങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ വളരെ നല്ല രൂപത്തിൽ നമ്മൾ പറഞ്ഞത്. പൂർണ്ണമായിരിക്കണം. ഇത് തന്നെയാണ് മറ്റൊരു രൂപത്തിൽ ഖുർആൻ പറഞ്ഞൊരു സംഗതിയുണ്ട്. 3-ാം അധ്യായം സൂറത്ത് ആലു ഇംറാനിലെ 102-ാം സൂക്തത്തിൽ അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ തഖ്വ പാലിക്കേണ്ട വിധം പാലിക്കണം, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. ഈ ദൈവിക സമർപ്പണത്തിൻ്റെ മറ്റൊരു ഖുർആനിക വാക്കാണ് തഖ്വ പാലിക്കുക എന്ന് പറയുന്നത്. അവിടെ അല്ലാഹ് നിങ്ങൾ തഖ്വ പാലിക്കുക എന്നല്ല പറഞ്ഞത്, തഖ്വ പാലിക്കേണ്ട വിധം പാലിക്കണമെന്നാണ്. അങ്ങനെ പാലിച്ചില്ല എങ്കിൽ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇതും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തഖ്വ പാലിക്കുക എന്ന് പറഞ്ഞ് കുറച്ച് അനുഷ്ഠാന ആരാധനാ മേഖലകളിൽ കുറച്ച് സൂക്ഷ്മതകളൊക്കെ നമ്മൾ ജീവിതത്തിൽ കാണിക്കുക, ബാക്കി മേഖലകളിലൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നടക്കുക എന്ന് പറയുന്നതല്ല. പാലിക്കേണ്ട വിധം പാലിക്കണം, സമർപ്പിക്കേണ്ട വിധം സമർപ്പിക്കണം, അനുസരിക്കേണ്ട വിധം അനുസരിക്കണം. ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ തഖ്വയെയും മുസ്ലിം എന്ന പദത്തെയും അള്ളാഹു ശക്തമായി ഈ ആയത്തിൽ കൂട്ടിക്കെട്ടിയതിൻ്റെ കാരണം അതാണ്. തഖ്വ പാലിക്കേണ്ട വിധം പാലിക്കണം, മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് പറഞ്ഞാൽ തഖ്വ പാലിക്കേണ്ട വിധം പാലിച്ചില്ലെങ്കിൽ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് വിശദമായി കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത്, അതാണ് സമർപ്പണമെങ്കിൽ, അതാണ് ഇസ്ലാമെങ്കിൽ, മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു അത് പാരമ്പര്യമായി കിട്ടുന്ന ഒന്നല്ല. കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൈവിക ശാസനകൾക്ക് വിധേയമായി ജീവിക്കലാണെങ്കിൽ, മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ദൈവിക ശാസനകൾക്ക് വിധേയമായി ജീവിക്കലാണെങ്കിൽ അത് പാരമ്പര്യമായി പകർന്നു കിട്ടുന്ന ഒന്നല്ല, മറിച്ച് അത് ബോധപൂർവം ആർജിക്കേണ്ട ഒരു സവിശേഷ ഗുണമാണ് മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബലം പ്രയോഗിച്ച് മുസ്ലിമാക്കാൻ പറ്റില്ല, പ്രകോപിപ്പിച്ച് മുസ്ലിമാക്കാൻ പറ്റില്ല. ഒരാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രലോഭിപ്പിച്ചും മുസ്ലിമാക്കാൻ പറ്റില്ല, പ്രകോപിപ്പിച്ചും മുസ്ലിമാക്കാൻ പറ്റില്ല. പാരമ്പര്യമായി മുസ്ലിമാവാൻ പറ്റാത്തതുപോലെ തന്നെ ഒരാളെ നമുക്ക് പ്രകോപിപ്പിച്ച് മുസ്ലിമാക്കാൻ പറ്റില്ല, പ്രലോഭിപ്പിച്ച് മുസ്ലിമാക്കാൻ പറ്റില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും ആ അസ്തിത്വത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ചും ആ അള്ളാഹുവിൻ്റെ ശാസനകൾക്ക് വിധേയമാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നാളെ അള്ളാഹുവിൻ്റെ മുൻപിൽ കണക്ക് പറയേണ്ടി വരും എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുമുള്ള ഓരോരുത്തരുടെയും സത്യബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ മുസ്ലിം ആവുക. അല്ല ആരെങ്കിലും ബലം പ്രയോഗിച്ച ഒരാളെ മുസ്ലിമാക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള സത്യബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ മുസ്ലിമായി മാറുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മുസ്ലിം ആവുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ഇസ്ലാം അയാളുടെ ഫ്രീ വില്ലിന് വിട്ടിരിക്കുകയാണ്, അയാളുടെ ഫ്രീഡം ഓഫ് ചോയ്സിന് വിട്ടിരിക്കുകയാണ്, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുകയാണ് അള്ളാഹു. ഇസ്ലാം ആവുക എന്ന് പറയുന്നതും ഇസ്ലാം അല്ലാതാവുക എന്ന് പറയുന്നതും ദീനുൽ ഇസ്ലാം പിന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതും ദൈവേതരമായ ദീനിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതും ഒക്കെ ഒരാളുടെ ഫ്രീ വില്ലാണ്, അയാളുടെ ഇച്ഛാ സ്വാതന്ത്ര്യത്തിന് വിധേയമാണ്.
അയാളുടെ ഫ്രീഡം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വിധേയമാണ്. ഒരാൾക്ക് വേണമെങ്കിൽ ഇസ്ലാം തിരഞ്ഞെടുക്കാം ജീവിതത്തിൻ്റെ ദീനായി, വേറൊരാൾക്ക് വേണമെങ്കിൽ കമ്മ്യൂണിസം തിരഞ്ഞെടുക്കാം, വേറൊരാൾക്ക് വേണമെങ്കിൽ ഹിന്ദു മതം തിരഞ്ഞെടുക്കാം, വേറൊരാൾക്ക് വേണമെങ്കിൽ ക്രൈസ്തവ മതം തിരഞ്ഞെടുക്കാം, വേറൊരാൾക്ക് വേണമെങ്കിൽ താവോയിസം തിരഞ്ഞെടുക്കാം. ഇതൊക്കെ ആവാം. ഇതൊക്കെ ഓരോരുത്തരുടെയും ഫ്രീഡത്തിന് അള്ളാഹ് വിട്ടിരിക്കുകയാണ്. പക്ഷേ അള്ളാഹിൻ്റെ ദീൻ ഇസ്ലാമാണ്. അത് തിരഞ്ഞെടുക്കാനും എന്തില്ല, നിർബന്ധമില്ല. ഒരാളെയും പ്രകോപിപ്പിച്ച് മുസ്ലിമാക്കാൻ പറ്റില്ല, ഒരാളെയും പ്രലോഭിപ്പിച്ച് മുസ്ലിമാക്കാൻ പറ്റില്ല. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഒന്നെടുത്ത് പരിശോധിച്ചാൽ വളരെ വ്യക്തമായ ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 99-ാമത്തെ വചനം, വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. അല്ലാഹ് പറയുകയാണ്, വലൗ ശാ റബ്ബുക, നിങ്ങളുടെ റബ്ബ് വിചാരിച്ചിരുന്നുവെങ്കിൽ, ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, എല്ലാവരെയും വിശ്വാസികളാക്കാൻ സാധിക്കുമായിരുന്നു, എല്ലാവരെയും മുസ്ലിമാക്കാൻ സാധിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹ് വിചാരിച്ചാൽ അങ്ങനെ പിന്നെ മനുഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ അള്ളാഹ്ക്ക് സാധിക്കും. അള്ളാഹ്ക്ക് സാധിക്കാഞ്ഞിട്ടല്ല, പക്ഷെ അതല്ല ഉദ്ദേശിച്ചിട്ടില്ല. അതല്ല ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവുന്ന കാര്യത്തിൽ അള്ളാഹ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള നിലക്കല്ല. മറിച്ച് അത് ഓരോരുത്തരുടെയും ഫ്രീഡം ഓഫ് ചോയ്സിന് വിട്ടിരിക്കുന്നു. ബുദ്ധി തന്നിട്ടുണ്ട്, നിരീക്ഷണ പാഠവം തന്നിട്ടുണ്ട്, ചിന്താശേഷി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, യാതൊരു നിർബന്ധവും ഇല്ല. ഇത് അള്ളാഹ് പറയണം, ഇത് അള്ളാഹ് പറയുന്നതാണ് ഇതിനകത്ത്. വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ വലൗ ശാ റബ്ബുക ലജഅല അന്നാസ ഉമ്മത്തൻ വാഹിദ. മറ്റൊരിടത്ത് അള്ളാഹ് പറയാണ്, 11-ാം അധ്യായം സൂറത്ത് യൂനുസ് ഹൂദിൽ അള്ളാഹ് പറയുകയാണ്, വലൗ ശാ റബ്ബുക ലജഅല അന്നാസ ഉമ്മത്തൻ വാഹിദ. വലൗ ശാ റബ്ബുക, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലജഅല അന്നാസ, എല്ലാ ജനങ്ങളെയും ആക്കാൻ കഴിയുമായിരുന്നു, ഉമ്മത്തൻ വാഹിദ, മുസ്ലിം ഉമ്മത്താക്കാൻ കഴിയുമായിരുന്നു. അള്ളാഹ് ഉദ്ദേശിക്കുന്ന, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഉമ്മത്താക്കി മാറ്റാൻ അള്ളാഹ് വിചാരിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും അങ്ങനെ ആക്കാൻ കഴിയുമായിരുന്നു. ഇതിനർത്ഥം എന്താണ്? അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അങ്ങനെ ആഗ്രഹമില്ല എന്നല്ല. ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ അള്ളാഹ് പ്രവാചകന്മാരെ അയച്ചത്. പക്ഷേ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള ദീൻ സ്വീകരിക്കാം. അള്ളാഹ്ക്ക് ഇഷ്ടം ദൈവിക ദീൻ, അള്ളാഹുവിൻ്റെ ദീൻ അഥവാ സമർപ്പണത്തിൻ്റെ ദീൻ സ്വീകരിക്കലാണ് അള്ളാഹ്ക്ക് ഇഷ്ടം എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് അള്ളാഹ് തന്നെ അങ്ങനെ ഉദ്ദേശിച്ചിരിക്കെ പിന്നെ മനുഷ്യരോട് ഇസ്ലാം സ്വീകരിക്കാൻ മറ്റു മനുഷ്യർ നിർബന്ധിക്കണമെന്ന് അള്ളാഹ് പറയോ? അള്ളാഹ് പറയില്ല. അതൊരിക്കലും അള്ളാഹ് പറയില്ല. ഇസ്ലാമിനെ ശരിയായ വിധം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് ഇത് നന്നായി മനസ്സിലാക്കണം. അത് മുസ്ലിങ്ങളും മനസ്സിലാക്കണം, മുസ്ലിങ്ങളല്ലാത്തവരും മനസ്സിലാക്കണം. ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹ് തന്നെ മനുഷ്യനെ സ്വതന്ത്രമായി വിട്ടിരിക്കേ പിന്നെ മുസ്ലിങ്ങളോട് ആരെയെങ്കിലും ഇസ്ലാം ആകാൻ അല്ലെങ്കിൽ മുസ്ലിം ആകാൻ നിർബന്ധിക്കാൻ അള്ളാഹ് പറയോ? അള്ളാഹ് പറയില്ല. അതുകൊണ്ട് അള്ളാഹ് എന്ത് പറഞ്ഞു? ലാ ഇക്റഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ദീനിൽ യാതൊരു നിർബന്ധവുമില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. സത്യവും അസത്യവും വളരെ കൃത്യമായി വേർപെട്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു നിർബന്ധവും ഇല്ല. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാ ഫൽയുമിൻ വമൻ ശാ ഫൽയക്ഫുർ. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നബിയെ താങ്കൾ പറയുക, ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളുടെ ദൈവത്തിന്റെ ഭാഗത്ത് നിന്നുള്ള യാഥാർത്ഥ്യം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഫമൻ ശാ ഫൽയുമിൻ, ഇഷ്ടമുള്ളവന് അത് വിശ്വസിക്കാം. വമൻ ശാ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവന് അത് നിഷേധിക്കുകയും ചെയ്യാം. ഇതാണ് ഖുർആൻ, ഇതാണ് ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അള്ളാഹ് നേരിട്ട് പറയുകയാണ്, വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുസ്ലിമീൻ. യൂനുസ് 10-ാം അധ്യായം 99-ാം വചനം, വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. അള്ളാഹു വിചാരിക്കുകയാണെങ്കിൽ എല്ലാവരെയും വിശ്വാസികളാക്കാൻ കഴിയും എന്നിരിക്കെ അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, താങ്കൾ ആളുകളിൽ സമ്മർദ്ദം ചെലുത്തുകയാണോ മോമിനാകാൻ? അള്ളാന്റെ റസൂൽ അടിവാളും അതേപോലെ തന്നെ കയ്യൊന്നും പൊക്കിയിട്ടില്ല. പറഞ്ഞിടത്ത് ചിലപ്പോൾ അല്പം കൂടുതൽ നേരം പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് അധികമായി പറഞ്ഞിട്ടുണ്ടാകും. അതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ല സമ്മർദ്ദം ചെലുത്തിയിട്ടൊന്നുമല്ല. പറയേണ്ട ഒരാൾക്ക് ബോധിക്കേണ്ട അളവിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ആത്മാർത്ഥത കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ ഈ ദീൻ സ്വീകരിക്കാതെ പോയാൽ നിങ്ങളുടെ അന്തിമ പരിണിതി വളരെ അപകടകരമായിരിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടാകും. അത് പറയേണ്ട അളവിനേക്കാൾ കുറച്ച് കൂടുതൽ ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകും.
അപ്പൊ അള്ളാഹ് പറഞ്ഞതാണ്, അല്ല താങ്കൾ അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഇവരെയൊക്കെ മുസ്ലിമാക്കാനും മോമിനാക്കാനും ഒക്കെ പറ്റും. പക്ഷെ അള്ളാഹ് അത് ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹ് ഉദ്ദേശിച്ചിരിക്കുക താങ്കൾ പിന്നെ ആളുകളുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുകയാണോ മോമിനാകാൻ എന്ന് പറഞ്ഞു വിട്ട ഈ സന്ദേശം ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ പറഞ്ഞു വിട്ട റസൂലിനോട് തന്നെ അള്ളാഹ് ചോദിക്കുകയാണ്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൻ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുഹു അല്ലാഹുൽ അസാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. നമ്മൾ സാധാരണയായി ജുമാക്കൊക്കെ പാരായണം ചെയ്ത് കേൾക്കുന്ന സൂറത്താണിത്. ഫദക്കിർ, നബിയെ താങ്കൾ ഉത്ബോധിപ്പിക്കുക. ഇന്നമാ അൻത മുദക്കിർ, താങ്കൾ ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അവരുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തേണ്ടവനല്ല. മുസ്ലിമാകാൻ വേണ്ടി അവരുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്തേണ്ടവരല്ല, അവരെ പ്രകോപിപ്പിക്കേണ്ടതില്ല, അവരെ പ്രലോഭിപ്പിക്കേണ്ടതില്ല, ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്? താങ്കളുടെ ഉത്ബോധനത്തിന് നേരെ അവർ പുറംതിരിഞ്ഞു നിൽക്കുകയും താങ്കളുടെ ഉത്ബോധനത്തെ അവർ കളവാക്കുകയും ചെയ്താൽ അവർ എന്നിലേക്കാണ് വരേണ്ടത്, ഞാൻ അവരുടെ മുകളിൽ വിധി കൽപ്പിക്കും, അല്ലാതെ നിങ്ങൾ വിധി കൽപ്പിച്ചോളണം എന്നല്ല പറഞ്ഞത്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുഹു അല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അവരെ എങ്കിലേക്കാണ് വരേണ്ടത്, കഠിനമായ ശിക്ഷ ഞാൻ അവർക്ക് നൽകും, ഞാൻ അവരെ കൃത്യമായ വിചാരണയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. അല്ലാതെ ഒരു സമ്മർദ്ദവും മുസ്ലിമാകാൻ ഒരാളിൽ ചെലുത്താൻ പാടില്ല ഇസ്ലാമികമായി. എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്, ഒരാൾ ബോധപൂർവം ചെയ്യേണ്ട ഒരു പണിയാണ്. സമ്മർദ്ദം ചെലുത്തി ഒരാളെ കൊണ്ടുവന്നാൽ അയാൾക്ക് ഈ സമർപ്പണം സാധ്യമല്ല. സമർപ്പണം സാധ്യമല്ലാത്തതുകൊണ്ടാണ് സമ്മർദ്ദം ചെലുത്തേണ്ടതെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പ്രകോപനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇസ്ലാം പ്രലോഭനത്തിനുമെതിരാണ്. ഇസ്ലാമാക്കാൻ മുസ്ലിമാക്കാൻ വേണ്ടി ഒരാളെയും പ്രലോഭിപ്പിക്കേണ്ടതില്ല. ലൈസ അലൈക ഹുദാഹും വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 272-ാം വചനം സൂറത്തുൽ ബഖറയിലെ ലൈസ അലൈക ഹുദാഹും വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും വമാ തുൻഫിഖൂന ഇല്ല ഇബ്തിഗാ വജ്ഹില്ലാ വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും വഅൻതും ലാ തുദ്ലമൂൻ. എത്ര കൃത്യമാണല്ലോ പറയുന്നത്. ലൈസ അലൈക ഹുദാഹും വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. താങ്കളെ നാം ബാധ്യതപ്പെടുത്തിയിട്ടില്ല. ആളുകളെ സന്മാർഗത്തിലാക്കാൻ താങ്കളെ ബാധ്യതപ്പെടുത്തിയിട്ടില്ല. എന്തേ ബാധ്യതപ്പെടുത്തിയിട്ടുള്ളൂ? ഉത്ബോധനം നൽകാൻ മാത്രമേ ബാധ്യതപ്പെടുത്തിയിട്ടുള്ളൂ. ആര് സന്മാർഗത്തിലാകണം, ആര് സന്മാർഗത്തിലാകണ്ട എന്നത് നമ്മുടെ ഇച്ഛയനുസരിച്ചാണ് ഉണ്ടാവുക. ഒമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും. നിങ്ങൾ ഇനി എന്തെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചല്ലേ നിങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത്. എങ്കിൽ നിങ്ങൾ ചെലവഴിച്ച ഓരോന്നിനും ഒട്ടും നഷ്ടപ്പെടാതെ പ്രതിഫലം ലഭിക്കും. ആരോടും അക്രമവും അനീതിയും ആ വിഷയത്തിൽ കാണിക്കില്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താന്ന് പെട്ടെന്ന് തിരിയൂല. ഈ ആയത്തിന് ഒരു സബബ് നുസൂലുണ്ട് എന്ന് പറയുന്നു. അതിതാണ്, അള്ളാഹുവിൻ്റെ റസൂലും അനുയായികളും ഒരു കുറേ ആളുകളെ, മുസ്ലിം അല്ലാത്ത ആളുകളെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു. നമ്മൾ പ്രകോപനത്തെക്കുറിച്ചാണ് ആദ്യം സംസാരിച്ചത്. ഇപ്പോൾ പറയുന്നത് പ്രലോഭനത്തിനെ കുറിച്ചാണ്. ഒരു കുറേ ആളുകളെ അള്ളാഹുവിൻ്റെ റസൂലും അനുയായികളും അവരുടെ ബന്ധുമിത്രാദികൾ, ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകളെ സാമ്പത്തികമായി അവരെ സഹായിച്ചിരുന്നു. കുറേ നാളൊക്കെ സഹായിച്ചു. എന്നിട്ടും അവർ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധമായില്ല. അപ്പോൾ ഇവർ ഒരു തീരുമാനം എടുത്തു. ഇനി അവർ അർഹരാണ്, സാമ്പത്തികമായി സഹായിക്കേണ്ട ആളുകളാണ്, ഇവരുടെയൊക്കെ തന്നെ ബന്ധുക്കളൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ തീരുമാനിച്ചു, ഇനി അവരെ സഹായിക്കണമെങ്കിൽ വേണമെങ്കിൽ അവർ ഇസ്ലാം സ്വീകരിക്കട്ടെ, എന്നിട്ട് സഹായിക്കാം എന്ന് തീരുമാനിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് അഭിപ്രായം രൂപപ്പെട്ടു വന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹു തന്നെ പറയുന്നത് ലൈസ അലൈക ഹുദാഹും വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. ആളുകളെ സന്മാർഗത്തിലാക്കേണ്ട ബാധ്യത താങ്കൾക്കില്ല. നമ്മുടെ നിശ്ചയമനുസരിച്ചാണ് ആളുകൾ സന്മാർഗവും സന്മാർഗ നിഷേധത്തിലും എത്തിച്ചേരുന്നത്. എന്നിട്ട് അല്ലാഹ് പറയാണ് ഓമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും. നിങ്ങൾ ഇനി അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഉപകാരപ്പെടുക. നിങ്ങളത് അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചല്ലേ കൊടുക്കുന്നത്, എങ്കിൽ അതിൻ്റെ പ്രതിഫലം കിട്ടും. ഇവർ ഇസ്ലാം ആകുകയോ ഇസ്ലാം ആകാതിരിക്കുകയോ ചെയ്യട്ടെ, നിങ്ങൾ കൊടുത്തതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ഒരു കുറവും കാണിച്ച് നിങ്ങളോട് ഒരു തരത്തിലുള്ള അക്രമവും കാണിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നാലോചിച്ച് നോക്കൂ, എത്ര മനോഹരമാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരാളെയും നിർബന്ധിക്കേണ്ടതില്ല. എന്തുകൊണ്ട് നിർബന്ധിക്കേണ്ടതില്ല? എന്തുകൊണ്ട് പാരമ്പര്യമായിട്ട് ഇത് ലഭ്യമാവില്ല? എന്തുകൊണ്ട് നിർബന്ധിച്ച് ശരിയാക്കാൻ പറ്റില്ല? എന്തുകൊണ്ട് പ്രലോഭിപ്പിച്ച് ശരിയാക്കാൻ പറ്റില്ല? ഇസ്ലാം എന്ന് പറഞ്ഞാൽ, മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് ജീവിതത്തെ സമർപ്പിക്കലാണ്. ആ സമർപ്പണത്തിൽ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ പാരമ്പര്യമായത് സാധിക്കില്ല.
പ്രകോപിപ്പിച്ച ഒരാളെ സാധിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല, പ്രലോഭിപ്പിച്ചും ഒരാളെ സാധിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് എന്തില്ല? ഇസ്ലാമിൽ ലവ് ജിഹാദില്ല, ഇസ്ലാമിൽ നർക്കോട്ടിക് ജിഹാദില്ല. എന്തുകൊണ്ടില്ല? ഇതിങ്ങനെ ആക്കി ലവ് ജിഹാദ് നടത്തി ഇതാക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്തും പ്രണയിച്ച് കല്യാണം കഴിച്ച മുസ്ലിം ആൺകുട്ടികൾ പ്രണയിച്ച് കല്യാണം കഴിച്ച മുസ്ലിം കല്യാണം കഴിച്ച ആളുകളുടെ ജീവിതത്തിലേക്ക് മുസ്ലിം പെൺകുട്ടികളെ പ്രണയിച്ച് കല്യാണം കഴിച്ച് പിന്നെ മുസ്ലിമായ ആൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന മുസ്ലിം അല്ലാത്ത പെൺകുട്ടികളുടെയും പലരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് നോക്കിയറിയാം, അവരുടെ ജീവിതത്തിലൊന്നും ഒരു സമർപ്പണവും ഇല്ല. പാരമ്പര്യമായിട്ട് ഇവിടെ ജീവിച്ചവരുടെ സമർപ്പണം എത്രയുണ്ട്? അത്ര പോലും ചിലപ്പോൾ ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ പാരമ്പര്യമായി ജീവിക്കുന്നവരുടെ അളവിലുള്ള സമർപ്പണം മാത്രമേ ഉള്ളൂ. കാരണം അതങ്ങനെ ഉണ്ടാകുന്നതല്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജിഹാദും ഇസ്ലാമില്ല. എന്നാൽ ഞാൻ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഓക്സ്ഫോർഡ് ഡിക്ഷണറി നമ്മൾ എടുത്തു നോക്കിയാൽ, അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി നമ്മൾ എടുത്തു നോക്കിയിട്ട് ജിഹാദിന്റെ അർത്ഥം നമ്മൾ നോക്കിയാൽ അതിനകത്ത് ജിഹാദിന്റെ അർത്ഥമായി കൊടുത്തിരിക്കുന്നത് ഹോളി വാർ ഫോർട്ട് ബൈ മുസ്ലിംസ് അഗെയിൻസ്റ്റ് ദോസ് ഹു റിജക്ട് ഇസ്ലാം എന്നാണ്. ഒരു പവിത്ര യുദ്ധമാണത്. ആര് നടത്തുന്നത്? മുസ്ലിങ്ങൾ നടത്തുന്നത്. അഗെയിൻസ്റ്റ് ദോസ് ഹു റിജക്ട് ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവർക്കെതിരെ മുസ്ലിങ്ങൾ നടത്തുന്ന യുദ്ധത്തിന്റെ പേരാണ് ജിഹാദ് എന്നാണ്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു ചെറിയ പ്രലോഭനം പോലും പാടില്ല എന്നാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി കണ്ടെത്തിയത് യുദ്ധം തന്നെ ഇസ്ലാമാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം നടത്തും, അതാണ് ജിഹാദ് എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്ത് യൂട്യൂബിൽ അടിച്ചു നോക്കൂ. ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഡെഫിനിഷൻ ഓഫ് ജിഹാദ് എന്നടിച്ചു കൊടുത്താൽ വരുന്ന ഉത്തരം ഈ പറഞ്ഞതാണ്. ഹോളി വാർ അണ്ടർടേക്കൺ ബൈ മുസ്ലിം അഗെയിൻസ്റ്റ് അൺബിലീവേഴ്സ്. ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് അതാണ്. അഥവാ മുസ്ലിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന യുദ്ധമാണത്. ആർക്കെതിരെ? അഗെയിൻസ്റ്റ് അൺബിലീവേഴ്സ്, വിശ്വാസികളല്ലാത്തവർക്കെതിരെ നടത്തുന്ന വിശ്വാസമാണ്. നേരത്തെ പറഞ്ഞ് ദോസ് ഹു റിജക്ട് ഇസ്ലാം എന്നാണ്. ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധമല്ലാത്തവർക്കെതിരെ ഇന്നും മുസ്ലിം ലോകത്തിന് ആ ഡിക്ഷണറിയിൽ ഒരു തിരുത്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതല്ല ഞങ്ങളുടെ ഇസ്ലാം, ഇതല്ല ഈ ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. ആരെയും മുസ്ലിമാക്കാൻ ഇസ്ലാമിൽ ജിഹാദില്ല. ഇസ്ലാമിൽ ജിഹാദുണ്ട്, പക്ഷെ അത് ആരെയും മുസ്ലിമാക്കാനല്ല എന്ന് പറഞ്ഞ് തിരുത്തിക്കാൻ 180 കോടി വരുന്ന മുസ്ലിം ലോകത്തിന് ഇന്നും ഓക്സ്ഫോർഡ് ഡിക്ഷണറിയെ കൊണ്ട് തിരുത്തിക്കാൻ സാധിച്ചിട്ടില്ല. അത് മറ്റൊരു വിഷയമാണ്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ആ ഡിക്ഷണറി ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ കിട്ടും. ഇല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ ആ വരുന്ന ഉത്തരം അതാണ് ഈ പറഞ്ഞത്. എത്രമാത്രം മാരകമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത പാവങ്ങൾ ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവരെടുത്ത് നോക്കുക, ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആയിരിക്കും. ഓക്സ്ഫോർഡ് ലെക്സിക്കൻ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് ഇതാണ്. അപ്പോൾ ഇസ്ലാം ഇങ്ങനെ തന്നെയാണ് എന്നവർ വിചാരിക്കും. അവരെ തിരുത്താൻ, കറക്റ്റ് ചെയ്യാൻ ലോകത്ത് പിന്നെ ആരും ഉണ്ടാവില്ല ആ നിലക്ക്. പിന്നെ അവർ ജിഹാദിന്റെ ഒറിജിനൽ വേർഷൻ എന്താണ്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് അന്വേഷിച്ച് അവർ ചിലപ്പോൾ സെർച്ച് ചെയ്യണമെന്നില്ല. ഇത് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് കിടക്കുന്നതാണ്. ഇതല്ലേ ആളുകൾ വായിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു വശം. മറ്റൊരു വശം ഞാൻ പറഞ്ഞു, ഇസ്ലാമിൽ നിർബന്ധമില്ല, പ്രകോപനമില്ല, ഇസ്ലാമിൽ പ്രലോഭനമില്ല. പിന്നെ എന്താണ് ഇസ്ലാമിൽ ഉള്ളത്? ഇസ്ലാമിൽ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം വിശുദ്ധ ഖുർആൻ, ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണരേഖയായ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ചിന്തയെ ഉണർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ബുദ്ധി ഉപയോഗിക്കാനും ആലോചിക്കാനും നിരീക്ഷിക്കാനും പ്രകൃതി പ്രതിഭാസങ്ങളിലേക്ക് നോക്കാനും അങ്ങനെ ദൈവമുണ്ടെന്നും ആ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതാണ് മര്യാദ എന്നും മനസ്സിലാക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. എത്ര മനോഹരമായ ഒന്നാണെന്ന് ആലോചിക്കണം. പ്രകൃതി പ്രതിഭാസങ്ങൾ, നൂറുകണക്കിന് പ്രകൃതി പ്രതിഭാസങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ, അതിനെക്കുറിച്ച് നിങ്ങൾ നിരീക്ഷിക്കൂ, എന്നിട്ട് നിങ്ങൾ ഏകനായ ദൈവത്തെ കണ്ടെത്തൂ. ആ ദൈവത്തിന്റെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് വെളിച്ചം അനുഭവിച്ച് ഭക്ഷണം കഴിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ ആ ദൈവത്തെ അനുസരിച്ച് ജീവിക്കലാണ് എന്തുകൊണ്ടും മര്യാദ എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ എന്നാണ് അള്ളാഹ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമുക്ക് പ്രൗഡ്നെസ് ഉണ്ട്, അഭിമാനത്തോടു കൂടി പറയാം. എന്ത്? ലോകത്ത് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ഏക വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല, ലോകത്തെ മൊത്തം ജനങ്ങളുടെ പബ്ലിക് പ്രോപ്പർട്ടിയാണത്. കാരണം അള്ളാഹുവിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്, സർവേശ്വരൻ്റെതാണ്. അതുകൊണ്ട് അത് എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് വിശുദ്ധ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ മാത്രമാണ് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന പരാമർശമുള്ളത്. ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന പരാമർശമുള്ളത്. അക്കൽ എന്ന് പറയുന്ന ബുദ്ധി എന്ന് മലയാളത്തിൽ അർത്ഥം പറയാൻ കഴിയുന്ന, ഏറെക്കുറെ അർത്ഥം പറയാൻ കഴിയുന്ന
അക്കൽ എന്ന പദത്തിന്റെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ 58 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഫിക്ർ, ചിന്ത എന്നർത്ഥമുള്ള ഫിക്റിന്റെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ 17 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അൽബാബ്, ദീക്ഷണ എന്നർത്ഥമുള്ള ആ പദം വിശുദ്ധ ഖുർആനിൽ 16 തവണ വന്നിട്ടുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്തേ ബുദ്ധി ഉപയോഗിക്കാത്തത് എന്ന് 13 പ്രാവശ്യം ആവർത്തിച്ച് അല്ലാഹു ചോദിക്കുന്നു. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ എന്തേ കാണാത്തത്? അഫലാ യഅഖിലൂൻ, നിങ്ങൾ എന്തേ ആലോചിക്കാത്തത് എന്ന് നിരന്തരം അല്ലാഹു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ പ്രകൃതി പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അല്ലാഹു ഇത് ചോദിക്കുന്നത്. വളരെ അത് ആലോചിച്ച്, ആ ബുദ്ധി ഉപയോഗിച്ച്, നിരീക്ഷിച്ച്, ഒബ്സർവ് ചെയ്ത് അള്ളാഹുവിനെ കണ്ടെത്താനും അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനും അവനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, അവൻ്റെ എല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ശരിയെന്നും മനസ്സിലാക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. കാരണം അങ്ങനെ ബോധ്യപ്പെട്ട ഒരാൾക്ക് ജീവിതത്തിൻ്റെ പ്രൈവറ്റ് ലൈഫിലും പേഴ്സണൽ ലൈഫിലും സോഷ്യൽ ലൈഫിലും പൊളിറ്റിക്കൽ ലൈഫിലും സെക്ഷുവൽ ലൈഫിലും ഒക്കെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സ്വമേധയാ സ്വീകരിച്ച് ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കാൻ സാധിക്കുള്ളൂ. അതാണ് നിർബന്ധം പറ്റില്ല, അതേപോലെ തന്നെ പ്രലോഭനം പറ്റില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ യുക്തി. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അഫറൈതും മാ തുംനൂൻ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ഒറ്റക്കൊരു അധ്യായത്തിൽ തന്നെ 56-ാം അധ്യായം സൂറത്തുൽ വാഖിഅ. വളരെ ഗൗരവമായി പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുള്ള അധ്യായമാണ് സൂറത്തുൽ വാഖിഅ. അതിൽ അല്ലാഹു ആവർത്തിച്ച് ചോദിക്കുന്നു, അഫറൈതും മാ തുംനൂൻ അഫറൈതും മാ തഹ്റുസൂൻ അഫറൈതുൽ മാ അല്ലദീ തശ്റബൂൻ അഫറൈതുൻ നാർ അല്ലതീ തൂറൂൻ. എത്ര മനോഹരമാണ്! അഫറൈതും മാ തുംനൂൻ, നിങ്ങൾ ശ്രമിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാനാണോ അതുണ്ടാക്കിയത് അതോ നിങ്ങളാണോ അതുണ്ടാക്കിയത്? അഫറൈതും മാ തഹ്റുസൂൻ, നിങ്ങൾ വിതയ്ക്കുന്ന വിത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അത് മുളപ്പിക്കുന്നത് ഞാനാണോ അത് മുളപ്പിക്കുന്നത്? അഫറൈതുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാനാണോ അതുണ്ടാക്കിയിട്ടുള്ളത് അതോ നിങ്ങളാണോ നിങ്ങൾക്കത് ആകാശത്ത് നിന്ന് വർഷിപ്പിച്ചെടുക്കുന്നത്? അഫറൈതുൻ നാർ അല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി വൃക്ഷത്തെ ഉണ്ടാക്കിയത് ഞാനാണോ അതോ നിങ്ങളാണോ? എത്ര സ്പെസിഫിക് ആയിട്ടാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ചോദ്യത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവനും ഇന്ന് ഈ ചോദ്യത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവനും അവൻ്റേതായ വൈജ്ഞാനികമായ ബോധ്യങ്ങൾക്കനുസരിച്ച് അത്ഭുതപ്പെടുത്തുമാറുള്ള വിവരങ്ങൾ അതിനകത്തുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്കതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. ഇന്ന് ശാസ്ത്രം അങ്ങേയറ്റം വികസിച്ച ഒരു കാലത്ത് അഫറൈതും മാ തുംനൂൻ, നീ ശ്രവിക്കുന്ന ബീജത്തെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ചോദിക്കുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്. കാരണം എംബ്രിയോളജി, ഭ്രൂണശാസ്ത്രമൊന്നും ഇന്നത്തെ പോലെ വികസിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്തവർ അന്ന് ആ ചോദ്യത്തെ അവർ അഭിമുഖീകരിക്കുമ്പോൾ അതിനൊരു അത്ഭുതമുണ്ട്. അവരുടെ വൈജ്ഞാനിക പരിമിതികൾക്കകത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ന് അതേ ചോദ്യം തന്നെ നമ്മളോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡോക്ടറോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുപോലുള്ള വിദ്യാസമ്പന്നരായ ആളുകളോട് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ വിപുലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്യത്ഭുതകരമാണ്. ഒരു ബീജത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാനിരുന്നാൽ അതിൻ്റെ മുൻപിൽ വെച്ച് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തു പോകും. അത്രയും അത്ഭുതകരമായ ഈ ഭൂമിയിലെ പ്രതിഭാസമാണ് ഒരു ബീജം എന്ന് പറയുന്നത്. ഒരു ബീജം എന്ന് പറയുന്നത്. അപ്പോൾ അത് അല്ലാഹു ചോദിക്കുകയാണ്, ഞാനാണോ അതുണ്ടാക്കിയത് അതോ നിങ്ങളാണോ? പറ. നിങ്ങൾ വിത്ത് മുളപ്പിക്കുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളിൽ പൊതുവിൽ കാണുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റായിട്ട് വിത്ത് മുളക്കുന്നത് മുകളിലേക്കാണ്. ഈ സംവിധാനിച്ചത് നിങ്ങളാണോ അതോ ഞാനാണോ എന്നല്ല ചോദിക്കുന്നത്. ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നു, ഒരു തുള്ളി പോലും എനിക്കതിനകത്ത് വേണ്ട. ആ തുള്ളികൾ മൊത്തം നിങ്ങൾക്ക് ആവശ്യമാണ്. അത് വർഷിപ്പിക്കുന്നത് ആവശ്യക്കാരായ നിങ്ങളാണോ അതോ ഞാനാണോ? അത് വെറും വെള്ളം വീഴുന്നതിൻ്റെ കാര്യം മാത്രമല്ല, ഇന്ന് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതാണല്ല പറയുന്നത്, ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ആലോചിച്ചിട്ട് എൻ്റെ അസ്തിത്വത്തെ നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് ആ അസ്തിത്വമായ എനിക്ക് നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കണം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിലല്ല, ജീവിതത്തിൻ്റെ സർവ്വ മേഖലയിലും നിങ്ങൾ എനിക്ക് വഴിപ്പെട്ട് ജീവിക്കണം. ഇതാണല്ല പറയുന്നത്. അതുപോലെ തന്നെ എത്രയോ സ്ഥലത്തല്ല പറയുന്നു വിശ്വാസികളോട്, പൊതുവിൽ മനുഷ്യരോട്, എല്ലാവരോടും. രസകരമായൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസികളോടും അല്ലാഹു ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്തിനാ വിശ്വാസികളോട് ചിന്തിക്കാൻ പറയേണ്ടത്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശ്വാസിയുടെ വിശ്വാസത്തെ എപ്പോഴും ഊട്ടി ഉറപ്പിക്കാനാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ടാണ്, അവൻ്റെ ഈമാനിൻ്റെ ഒരു സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ടാണ് വിശ്വാസികളോടും ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്.
പൊതുവിൽ മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും വിശുദ്ധ ഖുർആനിൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു ആയത്താണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 163-164 വാചകങ്ങൾ. വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹു മാത്രമാണ്. ഒരേ ഒരു ഇലാഹു മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പരമാധികാരി ഒരേ ഒരു ഇലാഹു മാത്രമാണ്. അത് അല്ലാഹുവാണ്. ഹുവർ റഹ്മാനുർ റഹീം. അവൻ പരമ കാരുണികനും കരുണാനിധിയുമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون آيات لأولي الألباب والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح لآيات لقوم يعقلون. ചില ദീർഘമായ ഒരു ആയത്താണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽ ഫുൽക്കി ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ്. അഥവാ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ ഇങ്ങനെ എന്നും മാറി മാറി വരുന്നതിലും വൽ ഫുൽക്കി ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വസ്തുക്കളും ചുമന്നുകൊണ്ട് നദിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന കപ്പലുകളിലും ഒമാ അൻസലല്ലാഹു മിനസ്സമായി മിമ്മാ, ആകാശത്തുനിന്ന് പെയ്തു വീഴുന്ന ആ മഴയിലും ഫഹിയ ബിഹിൽ അർള ബഅദ മൗതിഹാ, അതിനുശേഷം മരിച്ചു കിടക്കുന്ന ഭൂമി സജീവമാകുന്നതിലും ഒബസ്സ ഫിഹാ മിൻ കുല്ലി ദാബത്തിൻ, ഭൂമിയിൽ എല്ലായിടങ്ങളിലും വ്യാപരിക്കപ്പെട്ടിരിക്കുന്ന വ്യത്യസ്തമായ ജീവജാലങ്ങളിലും വതസ്രീഫിർ റിയാഹി, കാറ്റുകളുടെ ഗതിമാറ്റങ്ങളിലും വസ്സഹാബിൽ മുസഖരി ബൈന സമായി വൽ അർള്, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അജ്ഞാനുവർത്തികളായി നിർത്തിയിട്ടുള്ള മേഘങ്ങൾക്കിടയിലും ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ, ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ദീർഘമായ ആയത്തിന്റെ സെന്ററിലാണ് അല്ലാ എന്ന് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ജനത്തിന്റെ മുൻപിൽ സമർപ്പിക്കുകയാണല്ല. ഇതൊക്കെ നിങ്ങൾ നോക്ക്, ഇതൊക്കെ അങ്ങനെ താനം ഉണ്ടാകുമോ? ഇതൊക്കെ സൃഷ്ടിച്ച് ഇതൊക്കെ അനുഭവിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടതെങ്കിൽ എനിക്ക് വഴിപ്പെട്ടല്ലേ നിങ്ങൾ ജീവിക്കേണ്ടത് എന്നാണ് അല്ലാഹു ഇതിലൂടെ ചോദിക്കാതെ ചോദിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസികളോടല്ല പറഞ്ഞു. എന്താ വിശ്വാസികളോട്? 45-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാ? ഹമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം ഇന്ന ഫി സമാവാതി വൽ അർളി ആയാതിൻ ലിൽ മുഅ്മിനീൻ വഫീ ഖൽഖിക്കും വമാ യബ്തു മിൻ ദാബത്തിൻ ആയാതുൻ ലിഖൗമി യൂഖിനൂൻ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ റിസ്ഖിൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ആയാതുൻ ലിഖൗമിൻ യഅഖിലൂൻ തിൽക ആയാതുല്ലാഹ്. അധ്യായം തന്നെ ആരംഭിക്കുന്നത് പറഞ്ഞിട്ടാണ്. ഹാമീം തൻസീലുൽ കിതാബ്, അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിച്ച ഒരു അവതരിച്ച വേദ ഗ്രന്ഥമാണിത്, അല്ലെങ്കിൽ വേദവാക്യങ്ങളാണിത്. ഇന്ന ഫിസ്സമാവാതി വൽ അർള്, ഭൂമിയിലും ആകാശത്തിലും എന്തുണ്ട്? ആയാത്തുണ്ട്. ആർക്കുണ്ട്? ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുണ്ട്. എന്തിനാ വിശ്വാസികളോട് ആയാത്തുണ്ടെന്ന് പറയുന്നത്? അവരുടെ ഈമാൻ വിശ്വാസിയും ചിന്തിക്കണം, വിശ്വാസിയും ആലോചിക്കണം, വിശ്വാസിയും നിരീക്ഷിക്കണം. വിശ്വാസിയും ആലോചിച്ച് ചിന്തിച്ച് അവൻ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം അങ്ങനെ പോടത്തരമല്ല, അതിനൊരടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചേ മതിയാകൂ എന്ന ഒരു തിരിച്ചറിവ് വീണ്ടും വീണ്ടും അവനിൽ ഉണ്ടാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാന്തരം മുത്തഖീനോടും പറയുന്നത്. നീ ആലോചിക്കണം, നീ ചിന്തിക്കണം, നീ നോക്കണം, നീ കാണണം എന്ന് പറയുന്നത്. ഇവിടെ അല്ലാഹു മുഅ്മിനീങ്ങളോടാ പറയുന്നത്. ഇന്ന ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമികളിലും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് മുഅ്മിനീങ്ങളായ നിങ്ങൾക്ക്. ഒഫീ ഖൽഖിക്കും, നിങ്ങളുടെ സൃഷ്ടിപ്പിലുണ്ട് ധാരാളം ദൃഷ്ടാന്തങ്ങൾ. ഒമാ യബ്തു മിൻ ദാബത്തിൻ, ഭൂമിയിൽ വിഹരിക്കപ്പെട്ടിട്ടുള്ള വിതറപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായ ജീവജാലങ്ങൾ, പല തരത്തിലുള്ള, പല കളറിലുള്ള, പല കോലത്തിലുള്ള, പല സ്വഭാവത്തിലുള്ള ജീവജാലങ്ങൾ. യൂഖിനൂൻ, ദൃഢബോധ്യമുള്ളവർക്ക് അതിനകത്ത് ദൃഷ്ടാന്തങ്ങളുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ റിസ്ഖിൻ, അഥവാ ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴയിൽ അതിനുശേഷം നിർജീവമായി കിടക്കുന്ന ഭൂമി സജീവമാകുന്നു. വതസ്രീഫിർ റിയാഹി, കാറ്റുകളുടെ ഗതിമാറ്റത്തിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നല്ല പറയാണ്. 3-ാം അധ്യായം സൂറത്ത് ആലു ഇംറാനിൽ 190-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി ലആയാതിൻ വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹു പറയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്,
ദീക്ഷണ, ഞാൻ അൽബാബിനെ കുറിച്ച് പറഞ്ഞല്ലോ, ദീക്ഷണയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ദൃഷ്ടാന്തമുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? ആ ദീക്ഷണയുള്ള ആളുകളുടെ പ്രത്യേകത അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവർ നിന്നും ഇരുന്നും കിടന്നും ദൈവത്തെ, അള്ളാഹുവിനെ, സർവേശ്വരനെ ഓർത്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നിന്ന് ദിക്ർ ചൊല്ലും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് ദിക്ർ ചൊല്ലും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കിടന്ന് ദിക്ർ ചൊല്ലും എന്നല്ല. ജീവിതത്തിൽ അവർ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിക്കേണ്ടതിനെ കുറിച്ച് അവർ ഓർത്തുകൊണ്ടിരിക്കും. അവൻ്റെ ശാസനകൾക്ക് വിധേയമായിട്ടാണ് വണങ്ങിയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അവൻ ഓർത്തുകൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നാണ്. എന്നിട്ട് ആ ബോധ്യത്തിൽ നിന്ന് അവർക്ക് എന്ത് ബോധ്യപ്പെടും? നരകം എന്ന് പറയുന്ന കത്തിക്കാളുന്ന നരകാഗ്നിയെ കുറിച്ച് അവർക്ക് ബോധ്യം വരും. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആ ബോധ്യത്തിൽ നിന്ന് അവർ പറഞ്ഞു പോകും, പടച്ചവനെ, ഇത് നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇത് അലസമായി സൃഷ്ടിച്ചതല്ല, ഇതിന്റെ പുറകിലൊരു സിസ്റ്റമുണ്ട്, ഇതിന്റെ പുറകിലൊരു വ്യവസ്ഥാപിതത്വമുണ്ട്. ഈ വ്യവസ്ഥാപിതത്വം ഉണ്ടാക്കിയ നിനക്ക് നാളെ കത്തിക്കാളുന്ന നരകാഗ്നിയെ പോലും രൂപപ്പെടുത്താൻ സാധിക്കും. അന്നാളിൽ ആ നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആര്? ഇത് ചിന്തിക്കുന്ന വിശ്വാസി. ഇതാണ് ഇസ്ലാം. മറുവശത്ത് ചിന്തിക്കാത്ത, ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളെ അള്ളാഹു അതിശക്തമായി അപലപിക്കുകയും ചെയ്യുന്നു. ഇന്ന ശറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുകുമുൽ ലദീന ലാ യഅഖിലൂൻ. ബുദ്ധി ഉപയോഗിക്കാത്ത ബദിരനും മൂകനുമായ ആളുകളാണ് അള്ളാഹുവിൻ്റെ മുൻപിൽ ഏറ്റവും വൃത്തികെട്ട ജന്തുവർഗം, ഏറ്റവും മോശമായ ജന്തുവർഗം എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഇന്ന ശറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുകുമുൽ ലദീന ലാ യഅഖിലൂൻ. ചിന്തിക്കാത്ത ബധിരനും മൂകരുമായ ആളുകളാണ് അള്ളാഹുവിൻ്റെ മുൻപിലുള്ള ജന്തുക്കളിൽ ഏറ്റവും നികൃഷ്ടമായ ജന്തുവർഗം. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയമുണ്ട്, പക്ഷേ അവർ ആ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുന്നില്ല. അവർക്ക് കണ്ണുണ്ട്, പക്ഷെ അവർ കാണുന്നില്ല. അവർക്ക് കാതുണ്ട്, പക്ഷെ കേൾക്കേണ്ട വിധം അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം. അവർ മൃഗങ്ങളാണ്, കാലികളാണ്. ബൽഹും അദല്ല്. അതല്ല, അതിനേക്കാൾ മോശമാണ് അവർ. വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണിത്. അതുകൊണ്ടാണ് ഇസ്ലാം നമ്മൾ കാണുന്ന, നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ദർശനമല്ല ഇസ്ലാം. അതിനപ്പുറം ആഴത്തിലുള്ള പരപ്പുകളുള്ള ഒരു ദർശനമാണ് അള്ളാഹുവിൻ്റെ ജീവിത വ്യവസ്ഥ എന്നുള്ളത്. എന്തെങ്കിലും കേട്ട് നിങ്ങളത് ചെയ്തു എന്ന് പറയല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ബോധപൂർവം ചെയ്യണം, പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യണം. അതുകൊണ്ട് ആ ബോധ്യത്തോടെ ഒരാൾ നമസ്കരിക്കുന്നതും, ആ ബോധ്യമില്ലാതെ പണ്ട് വാത് കേട്ടിട്ടുണ്ട്, ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കൂടി നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിനും ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നിസ്കാരത്തിൻ്റെ എഫക്റ്റ് വേറൊന്നാണ്. അതല്ല സ്വീകരിക്കുന്നതിൻ്റെ മാനം മറ്റൊന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെന്തിന് നമ്മളിവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതെന്തിനാണ് ഇതൊക്കെ നമ്മളിവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. എന്ത്? മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പാരമ്പര്യമായിട്ടൊന്നും പറ്റുന്ന കാര്യമല്ല. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് മുസ്ലിം ആകൽ എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. മറ്റൊന്ന്, സംഘപരിവാറും നവനാസ്തികതയും അഥവാ നിരീശ്വരവാദവും യുക്തിവാദവും ലിബറലിസവും അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയയും എല്ലാം ലോകത്ത് തന്നെ നിറഞ്ഞാടുന്ന സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ ദീനിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച്, അതിലാണ് നമ്മൾ എന്നാണല്ലോ നമ്മുടെ അവകാശവാദം. ആ അവകാശവാദം അല്ലെങ്കിൽ ആ ദീനിനെ കുറിച്ച് നമുക്ക് എന്ത് വേണം? ഒരു കോൺഫിഡൻസ് വേണം. പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായിട്ടുള്ള പുതിയ തലമുറയ്ക്ക് ഒരു കോൺഫിഡൻസ് വേണം. എക്സ് മുസ്ലിങ്ങൾ എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലുമൊക്കെ വിടുവായുത്തം വിളിച്ചു പറയുമ്പോൾ ഒരു ക്ഷമാപണ മനസ്സോടുകൂടി അല്ലെങ്കിൽ ഒരു അപകർഷതാ ബോധത്തോടുകൂടി നമ്മൾ നിൽക്കേണ്ടതില്ല. മറിച്ച് അതിനകത്ത് നമുക്കൊരു കോൺഫിഡൻസും അതിനകത്ത് നമുക്കൊരു പ്രൗഡ്നെസ്സും വേണം, അഭിമാനവും വേണം, ആത്മവിശ്വാസവും വേണം. അതിനാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്, അതിനാണ് നമ്മളിത് ഉപകാരപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് കാര്യങ്ങളെ ആ നിലക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചവരെ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.